International Jewelers, Karimugal, Prabhat, Residential Public School, Kochi. You are watching 24. വെൽക്കം ബാക്ക്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാലയിലെ ഫ്ലവർ ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ വേദിയിൽ നിന്നുള്ള തത്സമയ സംപ്രേഷണമാണ്. ഇപ്പോൾ കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളമാണ് നിങ്ങളിപ്പോൾ ദൃശ്യത്തിൽ കാണുന്നത്. അവിടെ പ്രിയങ്ക ഗാന്ധി എത്തിയിരിക്കുകയാണ്. അവർ വിമാനം ഇറങ്ങിയിട്ട് കുറച്ചു നേരമായി, പുറത്തേക്ക് വന്നിട്ടില്ല. വയനാട്ടിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്താൻ പ്രിയങ്ക ഗാന്ധി എത്തിയിരിക്കുന്നു. ഒരുപക്ഷെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ആവേശം പകർന്നുകൊണ്ട് കേരളത്തിലേക്ക് പ്രിയങ്ക ഗാന്ധി വന്നിരിക്കുന്നു. കുറച്ച് നിമിഷങ്ങൾക്കകം അവർ പുറത്തേക്ക് വരും. ആ ദൃശ്യങ്ങളാണ് 24 ഇപ്പോൾ പുറത്തുവിടുന്നത്. കനത്ത സുരക്ഷയിലാണ് പ്രിയങ്ക ഗാന്ധി പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഒരുപക്ഷെ പ്രളയത്തിൽ നമുക്ക് പിഴച്ചത് ആർക്കാണ് അന്വേഷിക്കുന്ന എൻകൗണ്ടർ അവസാനത്തെ ചില സുവർണ നിമിഷങ്ങളിലേക്ക് വേഗം ചോദിച്ചോളൂ. ആ പേര് പറഞ്ഞിട്ട് പെട്ടെന്ന് എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ പ്രളയം പോലെ തന്നെ കോട്ടയം പോലൊരു മണ്ഡലത്തിലേക്ക് ഈ ചർച്ച കടന്നു വരുമ്പോൾ, പാലാ പോലൊരു നിയോജക മണ്ഡലത്തിലേക്ക് ഈ ചർച്ച കടന്നു വരുമ്പോൾ ഇവിടെ പ്രധാനമായും ചോദിക്കുന്ന ഒരു കാര്യം, 5 വർഷക്കാലം ഈ മണ്ഡലത്തിൽ ഈ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനുണ്ടാകും എന്ന് പറഞ്ഞിരുന്ന കേരള കോൺഗ്രസിന്റെ നിങ്ങൾ ഉയർത്തിക്കാട്ടിയ വികസന നായകൻ എന്ന് പറയുന്ന ഇവിടുത്തെ MP എവിടെയാണ് എന്ന് വലിയ ഒരു ചോദ്യമാണുള്ളത്. 1.5 വർഷക്കാലമായി ഇവിടെ ഇല്ല, ഇവിടെ മണ്ഡലത്തിന് MP ഇല്ല എന്ന് പറഞ്ഞ വലിയൊരു സ്ഥിതി ഉണ്ട്. അതുപോലെ തന്നെ ഒറ്റ കാര്യം ഒരുപാട് നാളെ MP ആയിരുന്നില്ല കാര്യമില്ല. ഇപ്പൊ കണ്ടോ വാർത്ത വരുന്നത്, കേരളത്തിലെ ഏറ്റവും നല്ല MP ആയിട്ടുള്ള അവാർഡ് ജോസ് കെ മാണി കിട്ടി. ഒരു മണിക്കൂർ എന്തുകൊണ്ടാണ് MP രാജിവെച്ച് പോയതെന്ന് കേരള കോൺഗ്രസ് UDF മറുപടി പറയണം. എന്തുകൊണ്ടാണ് MP രാജിവെച്ച് പോയതെന്ന് മറുപടി പറയണം. ഒന്ന് പറഞ്ഞോട്ടെ. നിങ്ങളൊക്കെ സംസാരിച്ചു കേട്ടുണ്ട്. പ്ലീസ് പറഞ്ഞോളൂ. അതൊന്ന് പറഞ്ഞു. കോൺഗ്രസിന്റെ സുഹൃത്ത് സൂചിപ്പിച്ചു, വേഗം പറഞ്ഞു. ഒറ്റ വാചകം. കേരളത്തിനകത്ത് ഇപ്പൊ പ്രിയങ്ക ഗാന്ധി വരുന്നു, രാജീവ് ഗാന്ധി വരുന്നു, പുറകെ ചിലപ്പോ നരേന്ദ്രമോദി വരുമായിരിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, ആരൊക്കെ വന്നാലും മഹാപ്രളയം കേരളത്തെ വിഴുങ്ങിയിട്ടും ഇവിടുത്തെ ജനങ്ങൾ കുലുങ്ങിയിട്ടില്ല. ആര് വന്നാലും വരുന്ന കേരളത്തിലെ തെരഞ്ഞെടുപ്പിനകത്ത് 20 സീറ്റിലും ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ വിജയിച്ച് മുന്നേറും എന്ന കാര്യം ഞങ്ങൾ അടിവരായിട്ട് പറയാൻ വേണ്ടി ഒരുപക്ഷെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, പ്രളയത്തിന്റെ കാര്യം കടന്ന് ശുദ്ധമായ രാഷ്ട്രീയത്തിലേക്ക് പോയി ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ചർച്ച കൊണ്ടുപോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതായിരുന്നില്ല നമ്മുടെ ലക്ഷ്യം. മറ്റൊരു വിഷയവുമായി എൻകൗണ്ടറിൽ അടുത്ത ദിവസം കാണാം. ഗുഡ് ബൈ. You are watching 24 from News Headquarters, Kochi.